ഇന്ത്യയിലെ പ്രാദേശിക കലാരൂപങ്ങളിൽ പ്രശസ്തമാണ് യക്ഷഗാനം. കർണാടകത്തിലെ തീരപ്രദേശങ്ങളാണ് യക്ഷഗാനത്തിൻ്റെ കേന്ദ്രം. കേരളത്തിൻ്റെ തനത് നൃത്തകലയായ കഥകളിയുമായി സാമ്യമുള്ള കലാവിശേഷമാണ് ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന യക്ഷഗാനം. സംഗീത സാഹിത്യ നിത്യാദികൾ ഒത്തൊരുമിക്കുന്ന പരിപൂർണ കലയാണ് യക്ഷഗാനം. അഭിനയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു. ആഹാര്യ, ആംഗിക, സ്വാതിഘാതി ചതുരംഗങ്ങൾ സമ്മേളിക്കുന്ന കലയാണ് യക്ഷഗാനം. ഭക്തിയും മതാചാരങ്ങളും സാധാരണക്കാരിലേക്ക് പകരുന്ന കലാമാധ്യമമായാണ് യക്ഷഗാനം പ്രചാരം നേടിയത്. ഇതിൽ വാദനമുണ്ട്, ഗായനമുണ്ട്, നർത്തനമുണ്ട്, അഭിനയമുണ്ട്, എല്ലാം സമഷ്ടിയായിട്ട് 6 വർഗങ്ങളിൽ ഉൾപ്പെടുത്തി ഉള്ള ഒരു സമഷ്ടിയായുള്ള ഒരു കലയാണ്. പഴയ കാലത്ത് ഒരേ രൂപത്തിലുള്ള യക്ഷഗാനമാണ് കർണാടകത്തിൽ ആദ്യന്തം പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമേണ മാറ്റങ്ങൾക്ക് വിധേയമായി കിഴക്കൻ രൂപമെന്നും പടിഞ്ഞാറൻ രൂപമെന്നും 2 തരത്തിലായി. പശ്ചിമഘട്ടമായ മൈസൂർ, ചിക്കമംഗളൂരു, ബെല്ലാരി മുതലായ പ്രദേശങ്ങളിൽ കിഴക്കൻ ശൈലിയും കാസർഗോഡ് മുതൽ ഹൊന്നാവർ വരെ പടിഞ്ഞാറൻ ശൈലിയും കാണാം. തൊണ്ണൂറ് 1620 കാലഘട്ടത്തിൽ രചിച്ച രാമായണം യക്ഷഗാനത്തിലെ ഒരു നാഴികക്കല്ലാണ്. കുമ്പളയിലെ പാർത്ഥിസുബ്ബന്റെ കൃതികളിൽ രാമനാട്ടത്തിന്റെ സ്വാധീനം കാണാം. യക്ഷഗാനത്തിലെ ഇതിവൃത്തങ്ങൾ പൊതുവെ ദേവാസുര യുദ്ധങ്ങളാണ്. സത്യത്തിന് വിജയവും അസത്യത്തിന് പരാജയവുമെന്ന് സ്ഥാപിക്കുന്ന മഹാഭാരത, രാമായണ, ഭാഗവത പുരാണ കഥകളാണ് സാധാരണയായി അവതരിപ്പിക്കുന്നത്. കഥകളിക്ക് വ്യത്യസ്തമായി ഇതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കാറുണ്ട്. കഥകളിയുടെ വേഷവിധാനത്തെ അനുകരിച്ചുള്ള ആടയാഭരണങ്ങളും കിരീടവുമാണ് യക്ഷഗാനത്തിലും. ആദിശേഷന്റെ ഫണത്തെ അനുസ്മരിപ്പിക്കുന്ന കിരീടമാണ് നടൻ ധരിക്കുന്നത്. കൊണ്ടവച്ച് കിരീടമണിയുന്നു. മുഖത്ത് പച്ച തേക്കും. കണ്ണും പുരികവും എഴുതും. ഹസ്തകടകം, തോൾപൂട്ട്, മാർമാല, കഴുത്താരം, കച്ച, ചരമുണ്ട്, കച്ചമണി, ചിലമ്പ് എന്നിവ വേഷത്തിനുപയോഗിക്കുന്നു. യുവജനോത്സവങ്ങളിൽ ഉൾപ്പെടുത്തിയതോടെ പുതുതലമുറയും യക്ഷഗാന മേഖലയിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.